സഞ്ജീവ്, ഈ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് ഇത്രയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്, ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്. എന്ത് തിരുത്തൽ നടപടികളാണ് വേണ്ടത്? നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം ഈ തിരുത്തലുകൾ? തിരുത്തൽ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ 2016 മുമ്പെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ തിരുവനന്തപുരം നഗരത്തിലെ ഈ മഴക്കാല ശുചീകരണം എന്ന് പറയുന്ന രീതിയിൽ ഈ മേജർ ഇറിഗേഷന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഗവൺമെന്റിന് നോട്ടീസ് കൊടുക്കുകയും ആ നിശ്ചയ പീരീഡിൽ മേജർ ഇറിഗേഷൻ നേരിട്ട് തന്നെ യാമഞ്ചന്തോട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അത് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെട്ടു. ആ സംഭവം ഇല്ലാതായി. ചിലപ്പോൾ ഇനി ഗവൺമെന്റ് ഫണ്ട് ഇല്ലാന്നോ മറ്റു കാരണങ്ങളോ കൊണ്ടായിരിക്കും. പക്ഷേ മനുഷ്യന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ആ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സ്ലാബ് ഇട്ട് മൂടുക. ഇത്തരം വലിയ തോടുകൾ 17-15 മീറ്റർ ഒക്കെ ഉള്ള തോടുകൾ സ്ലാബ് ഇട്ട് മൂടുക. ഇപ്പം ഈ പറഞ്ഞ ജോയി എന്ന് പറയുന്ന ആളിന് അപകടം സംഭവിച്ച സ്ഥലത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രദേശത്ത് മാത്രമേ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ ഈ തോട്. ബാക്കി അതിന്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അവിടെ ആയിരുന്നാലും തമ്പാനൂരിന്റെ KSRTC അവിടെ ആയിരുന്നാലും ഇതെല്ലാം സ്ലാബ് ഇട്ട് മൂടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ബേക്കറി ജംഗ്ഷന്റെ അവിടുന്ന് ഏറ്റവും ശുദ്ധമായ വെള്ളമായിട്ട് വരേണ്ടതാണ് ആമഞ്ചന്തോട്. കാരണം KWയുടെ വാട്ടർ വർക്സിൽ വരുന്ന വെള്ളമാണ്. അവിടുന്ന് ഏറ്റവും വൃത്തിയായിട്ട് വരുന്ന വെള്ളം ഈ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഇത് ഏറ്റവും കൊടിയ മലിനമായ വെള്ളമായിട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ പ്രദേശത്ത് ഇപ്പൊ മലയാള മനോരമയുടെ ആയിരുന്നാലും ദേശാഭിമാനിയുടെ അവിടെ ആയിരുന്നാലും ഇവിടെ എല്ലാം ബാക്കിലൂടെ പോവുകയാണെങ്കിൽ ഈ തോട് പലയിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പലയിടത്തും ചുരുങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ പക്ഷേ അതിന്റെ ഒരു വെർട്ടിക്കൽ ഇതുണ്ട്, ഒരു വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു തോട് ഒഴുകി പോകാനും അതേപോലെ ഈ അടിയിൽ ഇരിക്കുന്ന സെഡിമെന്റ്സ് എല്ലാ വർഷം നീക്കം ചെയ്യുന്നത്. ഇത് മാറ്റുന്നില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായ സംഭവത്തിൽ മേയറും എല്ലാവരും അവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു. പക്ഷേ ഇതേ മേയറാണല്ലോ ആദ്യമായിട്ട് മേയറായി വന്ന കാലഘട്ടത്തിൽ ഫസ്റ്റ് ആയിട്ടുണ്ടായ എന്താ പറയുന്ന ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇതേ സ്ഥലത്തുള്ള സാധനങ്ങൾ മാറ്റുന്ന സമയം വന്നപ്പോൾ അന്ന് വലിയ വിവാദം ഉണ്ടായിരുന്നു. അന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങളുടെ കാരണമാണ് നമുക്ക് ഈ പ്രശ്നം തലവേദന ഉണ്ടാവുന്നത്, നിങ്ങൾ മാലിന്യം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവത്തില്ല എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് വന്ന എല്ലാ പ്ലാസ്റ്റിക്കിലും വരുന്നത് ഈ ചെങ്കച്ചുള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ ആൾക്കാർ പല വീടുകളിൽ പോയി വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഗ്രില്ലൊക്കെ വെച്ച് മറച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തുനിന്ന് ഈ ഗ്രില്ലൊക്കെ പൊത്തിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ എടുക്കാൻ പാടില്ലാത്ത കുറെ വേസ്റ്റ് ഉണ്ട്. സ്നാഗിയുടെ വേസ്റ്റ്, മറ്റേ മെത്ത, പില്ലോ പോലുള്ള സാധനമൊക്കെ ഇതൊക്കെ അവർ വേസ്റ്റിൽ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ ഓടയ്ക്കകത്താണ് പലരും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വേസ്റ്റിൽ പ്ലാസ്റ്റിക് മാത്രം അവർ ആക്രിക്ക് കൊടുക്കും, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഈ തോട്ടിൽ നിക്ഷേപിച്ചു കളയും. ആരും കാണത്തില്ലല്ലോ. ഈ മഴ വരുമ്പോ ഈ പാവങ്ങൾ ഇപ്പൊ ഈ അവിടെ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഇപ്പൊ എടുത്തിട്ടും ചെളിക്കോടയും കൂടുതൽ കിടക്കുന്ന ഇതേപോലത്തെ സാധനങ്ങളായിരിക്കും. ഈ തുണി പോലത്തെ വേസ്റ്റ് മറ്റു സാധനം അതിലൊക്കെ ഒരാൾ കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി എങ്ങനെ ബോഡിക്ക് എത്തിയോന്നോ അല്ലെങ്കിൽ ആളിന് എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അയാൾക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ കയ്യേറ്റങ്ങൾ തന്നെയല്ലേ ഈ മാലിന്യങ്ങൾ കൂടുന്നതിനുള്ള ഒരു കാരണം? നിങ്ങൾക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾ മെയിൻ മാധ്യമങ്ങളിലെ ഫ്രണ്ടിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്. ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ ബാക്കിലും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ആമഞ്ചന്തോടുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും കൺവേർഷന് വിധേയമായിട്ടുണ്ട്. ഇപ്പൊ ഊറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഊറ്റുകുഴിയില്ല. ഈ പറയുന്ന ബേക്കറി ജംഗ്ഷനിൽ വന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ തോടിന്റെ പുറത്താണ് കടകൾ ഇരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് വഞ്ചിയൂർ കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് പാറ്റൂർ വരെയുള്ള ഭാഗത്ത് സ്ലാബ് ഇട്ട് മൂടണമെന്നും പറഞ്ഞ് അവിടെയുള്ള പഴയ നേതാക്കന്മാരും എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. വാർഡ് കൗൺസിലേഴ്സും എല്ലാവരും ഉണ്ട്. ഇനി ഇതെല്ലാം സ്ലാബ് ഇട്ട് മൂടുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും പാവം അതിൻ്റെ അകത്ത് വീണ് പോകണമെങ്കിൽ ഓക്സിജൻ കിട്ടാതെ മരിക്കാം, അല്ലാതെ മറ്റു രീതിയിൽ എന്തെങ്കിലും സംഭവിക്കാം. അത് ഇനിയും കൂടുതൽ വരാൻ പോകുന്നത്. അപ്പം ഈ ജില്ലാ കളക്ടറേറ്റ് ഇവിടെ ദുരന്ത നിവാരണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് എന്തുകൊണ്ട് ഈ ദുരന്ത നിവാരണം എന്ന് പറയുന്ന സാധനം ഒരു പേര് മാത്രം ഉണ്ടാകുന്നു? അതിന് ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്, മറ്റുള്ള ആൾക്കാരുണ്ട്. എല്ലാ സ്ഥലത്തും ഇവിടെ ദുരന്തം നടക്കുകയാണല്ലോ. ഇവിടെയും എല്ലാ സ്ഥലത്തും ഞാൻ പല വിഷയങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറഞ്ഞ സാധനത്തിലൊക്കെ ജില്ലാ കളക്ടറിന് ഉത്തരവാദിത്തമുണ്ട്, മേയറിന് ഉത്തരവാദിത്തം. അങ്ങോട്ട് കൊണ്ട് ചാരിയിട്ട് കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിന് പ്രതിപക്ഷത്തിന് വളരെ വലിയ കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇവരിത് പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഈ ഭരണം ഇങ്ങനെ ഇത്രയും ആയിപ്പോയാലും ഈ പ്രതിപക്ഷമൊന്നും ഒന്നും ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും നമുക്ക് എന്തായാലും ജോയിയെ എപ്പോഴത്തേക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും? ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നാലും എത്ര സമയം എടുക്കും ഇത് നീക്കാൻ? അത് പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ്. എന്നിരുന്നാലും ഇത് റെയിൽവേയുടെ അകത്തോടെ ആ തോടിനൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ്ങും ഇതുമായിട്ട് കൂടി എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. കാരണം ഈ ടൗൺ പ്ലാനിങ്ങിലൊക്കെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാസ്റ്റർ പ്ലാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് മാത്രമല്ല അതിനും ഈ പറഞ്ഞ എല്ലാം അട്ടിമറിക്കപ്പെട്ടു പോവുകയാണ്. ഈ ആമഞ്ചന്തോട് പോകുന്നതിന്റെ കരയിലാണ് ഹൗസിംഗ് ബോർഡ് ഇരിക്കുന്നത്. അവിടെയാണ് ഈ മേഖല ടൗൺ പ്ലാനർ ഇരിക്കുന്നത്. അവരുടെ ഫ്രണ്ടിലൂടെയാണ് ഈ തോട് ഒഴുകി. നിങ്ങളിപ്പോ ഈ നിൽക്കുന്നതിന്റെ 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ടൗൺ പ്ലാനിങ് ഓഫീസ് വരുന്നത്.
അപ്പൊ അവർക്കും എല്ലാം ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരുടെ ഫ്രണ്ടിൽ നടക്കുന്ന വിഷയങ്ങളല്ലേ. അവർ ഈ പറയുന്ന അവരുടെ കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് ഈ തോട്ടിനകത്ത് എന്ത് അതിക്രമം നടക്കുന്നത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഈ തോട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒരു തോട്ടിന് രക്ഷപ്പെടുത്താനില്ല. സെക്രട്ടേറിയറ്റിന്റെയും MLA ഹോസ്റ്റലും ഈ പറയുന്ന ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഈ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഉള്ള ഒരു സ്ഥലത്താണ് ഈ തോട് ഒഴുകി പോകുന്നത്. അവിടെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ കേരളത്തിന് പിന്നെ ഏത് സംഭവം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും? ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും ഈ അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അടിയന്തരമായി നഗരസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്തിലാണ്? താങ്കൾ എന്ത് നഗരസഭ തീരുമാനിക്കേണ്ടത് വെച്ചാൽ ഇനി ഒരു മനുഷ്യന് ഇതേപോലെ ജീവൻ ആപത്ത് വരരുതെന്നുള്ള ആഗ്രഹം പറഞ്ഞു. പക്ഷെ അതിന് ഇൻകേപ്പബിൾ ആണ് നഗരസഭ എന്ന് പറഞ്ഞാൽ. നഗരസഭയ്ക്ക് ഇതിലൊന്നും പ്രയോറിറ്റി ഇല്ല. അവർക്ക് മറ്റു തരത്തിലുള്ള പ്രയോറിറ്റികളാണ്. നിങ്ങൾ ഈ ഭാഗം ഇപ്പൊ ഇവിടെ ഒരാൾ അപകടത്തിൽപ്പെട്ടുകൊണ്ട് വേറെ എത്രയോ സ്ഥലങ്ങളിലെ ആള് മരണത്തിന് തുല്യമായ രീതിയിൽ അവർ സാഹചര്യം ഒരുക്കുന്നുണ്ട്. മുട്ടത്ര പ്ലാന്റിന്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ താഴെയാണ് വേസ്റ്റുകൾ എല്ലാം വന്ന് കിടക്കുന്നത്. പരുന്തുകൾ തട്ടി ഏതെങ്കിലും ഒരു ദിവസം ഇനി എയർപോർട്ടിൽ പ്ലെയിൻ തകർന്നു വീഴുന്ന ദിവസം മാത്രമേ അന്ന് നിങ്ങൾ എല്ലാവരും അവിടെ പോയി നിൽക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നഗരസഭ എന്ന് പറയുന്ന സാധനം വേസ്റ്റിൽ ഇതാണ്. എന്നിട്ട് ഇവർക്ക് അവാർഡ് കൊടുക്കുന്നു, ഇവർക്ക് മറ്റേ ഇത് ചെയ്യുന്നു, IAS കൊടുക്കുന്നു. ഒട്ടും ഇത് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ച് IAS കൊടുത്തേക്കുന്നു. ഏറ്റവും കൂടുതൽ വൃത്തികേടായിട്ട് ഈ ഏറ്റവും സാംക്രമിക രോഗമുള്ള ജില്ലയും കൂടെയാണ്. അതൊന്നും പുറത്തു വരുന്നില്ലല്ലോ. അത് നിങ്ങൾ IMAയിലുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ ഏറ്റവും സാംക്രമിക രോഗം വരുന്ന പ്രധാനപ്പെട്ട ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ആ പറയുന്ന ജില്ലയിൽ ആ നഗരത്തിലുള്ള ആൾക്ക് ഒരു യോഗ്യതയിൽ അൺഡിസേർവ്ഡ് ആയ ആൾക്കാർക്ക് വരെ IAS മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതാണ് ഈ നാട്. ആ തോടിനെ കുറിച്ചൊന്ന് പറയാമോ? എത്രത്തോളം ആഴമുണ്ട്, എത്രത്തോളം ദുഷ്കരമാവുന്നുണ്ട് രക്ഷാപ്രവർത്തനം? ഈ തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് എല്ലാ സാധനവും വന്ന് അടിഞ്ഞ് കിടക്കുന്ന ഏക പ്രദേശം. അപ്പൊ ഏറ്റവും കൂടുതൽ സെഡിമെന്റ്സ് വന്ന് അടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടായിരിക്കും അത് അവർക്ക് അപ്പുറത്തെ ആ പവർ ഹൗസ് റോഡ് വരെ വരുന്ന ഈ റെയിൽവേ ട്രാക്കിന്റെ അടിയിലോട്ട് അത് ഏറ്റവും സങ്കീർണമായ സാധനമാണ്. കാരണം റെയിൽവേയിലുള്ള മൊത്തം മറ്റേ വേസ്റ്റും എല്ലാ സാധനങ്ങളും ഒഴുകി പോകുന്ന സാധനമാണ്. അവിടെ എങ്ങനെ ആളുകൾ കയറാൻ പറ്റുമെന്ന് അന്ന് ഇത് പണ്ടും പ്രശ്നമായതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുന്നേ തന്നെ അന്ന് മറ്റേ ഓപ്പറേഷൻ അനന്തര കാലത്തെത്തും ഈ പ്രദേശം മാത്രം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമായിരുന്നു. കാരണം ഇതിന്റെ അടിയിലോട്ട് കയറി പോകാനോ എടുക്കാനോ പറ്റും. അപ്പം ഇത് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊരു ശാസ്ത്രീയത റെയിൽവേ ആയിട്ടൊക്കെ ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും എല്ലാ ആൾക്കാരും കൊണ്ട് സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇത് MPക്കും എല്ലാവർക്കും കാര്യമുണ്ട്. കാരണം ഇതൊരു കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും അങ്ങോട്ടും ബ്ലെയിം ചെയ്യേണ്ട ഒരു സമയമല്ല. അവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നൊരു കൃത്യമായ പ്ലാനിങ്ങിൽ എന്ത് ചെയ്തത്. പക്ഷെ ഈ മനുഷ്യനെ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് ഇത് ഇനി അടുത്ത ദുരന്തത്തിന് കാത്തിരിക്കാതെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പോവാതെ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ റെയിൽവേ 2 ദിവസം പൂട്ടിയിടേണ്ടി വന്നു കഴിഞ്ഞാൽ കൂടി ഈ കാര്യത്തിന് വളരെ പ്രയോറിറ്റി ഉണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ അത് ഒരു ജീവനാണ്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം.